ഹായ് ഓൾ. വെൽക്കം ടു ദ AWS ട്യൂട്ടോറിയൽ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് IAM റോൾസ് എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ. അപ്പം നമ്മൾ IAMൻ്റെ ഓവർവ്യൂ പഠിച്ച സമയത്ത് നമ്മൾ പല IAMൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചെടുത്തിരുന്നു. IAM യൂസേഴ്സ്, IAM പോളിസി, IAM ഗ്രൂപ്പ്, IAM റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഒരു റിയൽ ലൈഫ് കമ്പനി എന്ന് പറയുന്ന ഒരു എൻവിറോൺമെൻറ്റിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പം ആ സമയത്ത് നമ്മൾ IAM റോൾ എന്ന് പറയുന്ന സാധനം, ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയായിരിക്കും IAM റോൾ എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഡിഫൈൻ ചെയ്തെടുത്തിരുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അന്ന് ഇൻ കേസ് അതൊന്നും ഓർക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കണേ. കാരണം നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. IAM റോൾ എന്ന് പറയുന്നത് ഇനീഷ്യലി കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ബേസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഒന്ന് റീകളക്ട് ചെയ്തെടുക്കണേ. നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് IAM റോള് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നോർമലി നമ്മൾ IAM റോൾസ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നോർമലി നമുക്ക് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ദ ലീസ്റ്റ് പ്രിവിലേജ് എന്നുള്ള കാര്യമാണ്. അപ്പം ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നോർമലി നമുക്ക് IAM റോള് എന്തുകൊണ്ട് നമുക്ക് വേണം എന്നുള്ളതിന് നോർമലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രിവിലേജ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന IAM റോൾസ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് IAM യൂസേഴ്സ് വെച്ചിട്ട് ചെയ്തൂടെ എന്ന് നമുക്കൊരു ഡൗട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ എല്ലായ്പ്പോഴും വരും. IAM റോള് പഠിച്ചെടുക്കുന്നതിൻ്റെ അകത്തിരിക്കുന്ന മെയിൻ ആയിട്ടിരിക്കുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് IAM യൂസേഴ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് IAM റോള് എന്നുള്ള ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നോർമലി നമുക്ക് വരാറ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അവിടെയെല്ലാം ഈ ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം ഒന്ന് ഇൻവോൾവ് ചെയ്തിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് IAM റോൾ എന്ന് പറയുന്നത് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യൂസേജ് എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട്, അല്ലെങ്കിൽ IAM യൂസറിൻ്റെ അകത്ത് നിന്ന് നമുക്ക് IAM റോളിലോട്ട് മാറ്റുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നുള്ളത് ഈ ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം കൂടി അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് ചിന്തിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം മിനിമം പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മിനിമം പെർമിഷൻ കൊടുക്കാനേ പാടുള്ളൂ. കൂടുതലും കൊടുക്കാൻ പാടില്ല, കുറവും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ മിക്സ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനം. ഈ ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത് AWSൻ്റെ ത്രൂ ഔട്ട് AWS നിങ്ങൾക്ക് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് IAM റോൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം IAM റോള് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം അത് വർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഗ്രാജ്വലി അങ്ങ് IAM റോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം AWS ഇൻട്രൊഡ്യൂസ് ആയത് 2007 2007 AWS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് S3 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന നമുക്ക് ഫയൽസ് എല്ലാം എടുത്തു വെക്കാൻ, അതായത് ക്ലൗഡിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നമുക്ക് ഫയൽസ് എല്ലാം എടുത്തു വെക്കാനുള്ള ഒരു സർവീസൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഗ്രാജ്വലി അത് EC2 എന്ന് പറയുന്ന ഒരു വിർച്വൽ കമ്പ്യൂട്ടർ, അതായത് നമ്മളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, നമുക്ക് ഹാർഡ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഇല്ലാതെ വിർച്വലി നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് AWS പ്രൊവൈഡ് ചെയ്യുന്നതാണ് EC2 എന്ന് പറയുന്നത്. അപ്പം അടുത്തതായിട്ട് EC2 എന്ന് പറയുന്നത് രണ്ട് സർവീസുകളും S3 ആയാലും EC2 ആയാലും ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന സർവീസുകളാണ്. IAMൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണിത്. അപ്പം നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ EC2ലേക്ക് പോകും. അപ്പം AWS 2007 വരുന്ന സമയത്ത് ഈ രണ്ട് സർവീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം ആ സമയത്ത് IAM എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നില്ല ബേസിക്കലി. അപ്പം ക്ലൗഡ് ഗ്രോ അപ്പ് ആയ സമയത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലേ, IAM പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് മീ ആൻഡ് മൈ ക്ലൗഡ് അല്ല, വി ആൻഡ് അവർ ക്ലൗഡ് എന്ന് പറയുന്ന സാധനമാണെന്ന്. അപ്പം ഇത് S3 EC2 എന്നൊക്കെ പറയുന്ന സമയത്ത് മെയിൻലി ഒരാൾ അയാളുടെ അക്കൗണ്ട് അയാൾ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നായിരുന്നു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് കൺട്രോൾ കൊണ്ടുവരേണ്ട കാര്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് നിന്ന്
ക്ലൗഡ് കുറച്ചും കൂടെ വലുതായി, അതിൻ്റെ യൂസ് കേസസ് ഒക്കെ വലുതായി, വലിയ വലിയ കമ്പനീസും ഓർഗനൈസേഷൻസും എല്ലാം യൂസ് ചെയ്യുക എന്ന് പറയുന്ന സ്ഥിതികളിലോട്ട് വന്നപ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾ അതിൻ്റെ അകത്ത് വേണം. IAM എന്ന് പറയുന്ന സാധനം 2011 അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം IAM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, പെർമിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും അത്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹ്യൂമൻ യൂസർ ആയിരിക്കും. നമുക്ക് അതിനൊരു ക്രെഡൻഷ്യൽ ഉണ്ടാകും. ക്രെഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളെ യൂസർ നെയിം, പാസ്വേഡ് എന്ന് പറയുന്ന സാധനം, പാസ്വേഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പാസ്വേഡ് നോർമലി ലോങ് ടേം ക്രെഡൻഷ്യലാണ്. ലോങ് ടേം ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുണ്ട്. പിന്നെ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നവരെ അതിങ്ങനെ അത് തന്നെയായിരിക്കും, സെയിം സാധനം തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ലോങ് ടേം ക്രെഡൻഷ്യലിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വല്ല കോംപ്രമൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീക്കായി കിട്ടിയ ആൾ അത് വച്ചിട്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? ചിലപ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഗൂഗിളിൻ്റെ പാസ്വേഡ്, ജിമെയിലിൻ്റെ പാസ്വേഡൊക്കെ കോംപ്രമൈസ് ആയി പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ആപ്പിളിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നോർമലി നമുക്ക് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പാസ്വേഡ് ഡാറ്റ ലീക്കിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് ഒക്കെ അവൻ തരാറുണ്ടല്ലോ, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കോംപ്രമൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോംപ്രമൈസ് ആയിട്ട് കിട്ടിയ ആൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്യണമെന്ന് പോലും ഇല്ല, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ലോങ് ടേം ക്രെഡൻഷ്യൽസ് ഒരു സെക്യൂരിറ്റിക്ക് ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ നമുക്ക് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന, അതായത് കുറച്ച് സാധനങ്ങൾ മാത്രം കൊടുക്കുക, എൻഹാൻസ് സെക്യൂരിറ്റി ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിൻ്റെ അകത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നു AWS IAM റോൾസ് എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് ലോങ് ടേം ക്രെഡൻഷ്യൽ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ സെക്യൂരിറ്റി പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മൊമെൻറ്റിൽ ക്രെഡൻഷ്യൽ കിട്ടും. എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡൻഷ്യൽ വേണം, അല്ലേ? AWSൻ്റെ അകത്ത് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡൻഷ്യൽ വേണം. AWSൻ്റെ അകത്ത് മാത്രമല്ല, നമ്മുടെ നോർമൽ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തായാലും നമുക്ക് പാസ്വേഡ് വെച്ചിട്ടാണല്ലോ അല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പാസ്വേഡ് കാരണം, ലോങ് ടേം ക്രെഡൻഷ്യൽ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് നമുക്ക് എത്രത്തോളം കുറച്ചെടുക്കാം എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ എത്രത്തോളം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പം അങ്ങനെ കുറച്ചെടുക്കാൻ നമുക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്, അല്ലേ? ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ക്രെഡൻഷ്യൽ കിട്ടുന്നു. ആ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രെഡൻഷ്യൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എക്സ്പയർ ആയി പോവുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം എക്സ്പയർ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊരു ക്രെഡൻഷ്യൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽ കോംപ്രമൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു മിനിമം ഡ്യൂറേഷൻ മാത്രമായിരിക്കും, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ലോങ് ടേം ക്രെഡൻഷ്യലിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടിരിക്കുന്ന ക്രെഡൻഷ്യലാണ്. അതുകൂടാതെ നമുക്ക് ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള ഷോർട്ട് ടേം ക്രെഡൻഷ്യലുകളെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇങ്ങനെയുള്ള ലോങ് ടേം ക്രെഡൻഷ്യലിനകത്ത് ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് IAM റോൾസ് എന്ന് പറയുന്നത്. IAM റോൾസ് എന്ന് പറയുന്നത് IAM യൂസേഴ്സുമായിട്ട് വളരെ സിമിലറാണ്. IAM യൂസേഴ്സിൻ്റെ അകത്തുള്ള ലോങ് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന സാധനത്തിനെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനെ ഒരു പ്രത്യേക ഫീച്ചറാക്കി മാറ്റുകയും ചെയ്തു. അതാണ് IAM റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഈ ഒരു സാധനം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്യാച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫുള്ളി ക്യാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മൊമെൻറ്റിൽ. നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഇതാക്കേണ്ടത്, IAMൻ്റെ അകത്ത് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു 2011. അത് ഒഴിവാക്കിയിട്ട് ലോങ് ടേം ക്രെഡൻഷ്യലിൻ്റെ അകത്ത് നിന്ന് ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന
സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് IAM റോൾസ് എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ലൈഡ്സിലെല്ലാം നമുക്ക് എങ്ങനെയാണ് IAM റോൾസ് എന്ന് പറയുന്ന സാധനം AWS ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ലോങ് ടേം ക്രെഡൻഷ്യൽ, ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു 2 ടേമുകളൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണമായിരുന്നു. ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു പാത്ത് വന്ന സമയത്ത് എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ IAM റോൾസ് എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ AWS ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് IAM യൂസറും IAM റോളും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പം 2 പേരും ആദ്യം നമുക്ക് 2 പേർക്കും സിമിലർ ആയിട്ടിരിക്കും. IAM യൂസറിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് ബേസിക്കലി IAM റോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഡിറൈവ് ചെയ്തത്, അല്ലെങ്കിൽ AWS ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. അപ്പം അത് എന്തൊക്കെ കാര്യങ്ങളാണ് സിമിലർ എന്ന് നോക്കാം. IAM യൂസറും IAM റോളും AWSൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ IAM ഐഡൻറ്റിറ്റിയാണ് എന്ന് AWSൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് AWSൻ്റെ അകത്ത് ഓതൻറ്റിക്കേറ്റും ഓതറൈസും ചെയ്യാൻ പറ്റുകയും എന്നിട്ട് അയാൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ IAM ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ IAM യൂസർ ക്രിയേറ്റ് ചെയ്തിരുന്നു. IAM യൂസർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തു, അതായത് ഓതൻറ്റിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ആ IAM യൂസറിൻ്റെ അകത്ത് നമ്മളൊരു പോളിസി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ്, അതായത് ഓതറൈസേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്, അതിനനുസരിച്ചിട്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് AWS അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലേ? അപ്പം ഈ ഓതൻറ്റിക്കേറ്റും ഓതറൈസും ചെയ്യാൻ ഒരു IAM യൂസർക്ക് പറ്റുമായിരുന്നു. നമ്മളത് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ പല ഹാൻഡ്സ് ഓൺ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലേ? S3-ക്കകത്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു ഓപ്പറേഷനൊക്കെ നമ്മൾ ചെയ്തിരുന്നല്ലോ, അല്ലേ? അപ്പം അങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ IAM ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു IAM യൂസർക്ക് അത് പറ്റും. അതേപോലെ തന്നെ ഒരു IAM റോളിനും ബേസിക്കലി അത് പറ്റും. നിങ്ങളെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന IAM റോളിന് പറ്റും. ഓക്കെ, സിമിലർ ആണ് 2 പേർക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, IAM യൂസറിൻ്റെ അകത്ത് നമ്മളൊരു പോളിസി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിസി എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. IAM യൂസർക്ക് നമുക്ക് എന്തൊക്കെ പെർമിഷൻസ് എന്നുള്ളതിന് നമുക്കൊരു പെർമിഷൻ പോളിസി IAM യൂസർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സിമിലർ വേ ഒരു IAM റോളിനും എന്തൊക്കെ ചെയ്യാം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു IAM ഐഡൻറ്റിറ്റിയാണ്. ഇനി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോളിസിയും IAM യൂസർക്ക് അറ്റാച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് IAM റോളിനും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സിമിലർ ആണ് 2 പേർക്കും. ഇനി നമുക്ക് ഡിഫറൻസുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ഡിഫറൻസ്, IAM യൂസർ എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു ഹ്യൂമൻ യൂസറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ ടീമിൻ്റെ അകത്ത് 10 ഡെവലപ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 10 ഡെവലപ്പേഴ്സിനും AWS അക്കൗണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്? ഓരോരുത്തർക്കും ഓരോരോ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അയാൾ കയറുക എന്നുള്ളത്, അല്ലേ? അപ്പം IAM യൂസർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം നോർമലി ഒരു IAM അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ യൂസറുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു ഹ്യൂമൻ യൂസർക്ക് ഒരു IAM യൂസർ എന്ന് പറയുന്ന രീതിയിലായിരിക്കും. പക്ഷേ IAM റോളിൻ്റെ അകത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു IAM റോള് മൾട്ടിപ്പിൾ പേഴ്സൺസിന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ സർവീസസിനോ കൊടുക്കാൻ പറ്റും. അതായത് എല്ലായ്പ്പോഴും ഒരു റോൾ എന്ന് പറയുന്ന കാര്യം ഒരു ഹ്യൂമൻ യൂസറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല. ഈവൻ അത് ഒരു ആപ്ലിക്കേഷന് വേണമെന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അസ്യൂം എന്ന് പറയുന്നത്. IAM റോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ അസ്യൂം എന്ന് പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾക്ക് വരും. അസ്യൂം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ റോള് ആയി ഞാൻ കുറച്ച് സമയത്തേക്ക് മാറുകയാണ്, ടെമ്പററിലി ആയിരിക്കും അസ്യൂം ചെയ്യുന്നത്, മാറുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആർക്കൊക്കെ മാറാം? ഈ മൾട്ടിപ്പിൾ പേഴ്സൺസിനും ആപ്ലിക്കേഷൻസിനും സർവീസിനും എല്ലാം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക് ഈ പർട്ടിക്കുലർ റോളായിട്ട് മാറാൻ പറ്റുമെന്നുള്ളതാണ്, അസ്യൂം ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം, അസ്യൂം ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ IAM ഓവർവ്യൂവിൻ്റെ അകത്ത് നമ്മൾ ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരുന്നല്ലോ, അല്ലേ? അപ്പോൾ ആ ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന സാധനം ഒരു
അക്കൗണ്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അകത്തിരിക്കുന്നതാണ്. അത് നോർമലി ഇരിക്കുന്ന ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ യൂസറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്നത് ചിലപ്പം പുറത്തു നിന്ന് ഒരു റിപ്പയർ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമായിരിക്കും. ഇനിയിപ്പോൾ വേറൊരു സമയത്ത് വേറൊരാൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നാൽ അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ? അതേ സാധനം തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പററി എംപ്ലോയിനെ നമുക്ക് മൾട്ടിപ്പിൾ ആളുകൾക്ക് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ നീഡ് അനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെയാണ് IAM റോളും അതിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ IAM റോളുമായിട്ട് എന്താണ് അസ്യൂം ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ആവും. അതായത് ഓതൻറ്റിക്കേഷൻ പ്രൂവ് ആവും. ഓതൻറ്റിക്കേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ IAM റോളുമായിട്ട് ഒരു പർട്ടിക്കുലർ പോളിസി അറ്റാച്ച്ഡ് ആയിരിക്കും. ആ പോളിസിക്കകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ അസ്യൂം ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന സാധനം ചെയ്തതുപോലെ തന്നെ. ടെമ്പററി എംപ്ലോയി എന്ന ആൾക്ക് നോർമലി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ IAM റോള് വഴി ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക് ഇന്ന സാധനങ്ങൾ മെഷീൻസ് എല്ലാം റിപ്പയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് ടെമ്പററി ആയിട്ട് നമ്മൾ ചില ആളുകൾക്കോ ആപ്ലിക്കേഷൻസിനോ സർവീസിനോ എല്ലാം ഈ IAM റോള് കൊടുത്തിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അസ്യൂം എന്ന് പറയുന്ന വേർഡ്, അസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളോ ആപ്ലിക്കേഷനോ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക് ഈ പർട്ടിക്കുലർ റോള് ആയി മാറുകയാണ്, അല്ലെങ്കിൽ അസ്യൂം മാറുകയാണ് ചെയ്യുന്നത്. ആ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇത് IAM യൂസറിൻ്റെ അകത്ത് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം IAM യൂസറിൻ്റെ അകത്ത് അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. IAM യൂസർ ഒരു ഹ്യൂമൻ യൂസറുമായിട്ട് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ആംബിഗിറ്റി ഉണ്ട് അല്ലേ? IAM റോൾ എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്പിൾ പേഴ്സൺസിന് വേണമെന്നുണ്ടെങ്കിൽ ആവാം എന്നുള്ളതാണ്. അപ്പോൾ ആ മൾട്ടിപ്പിൾ പേഴ്സൺ ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർവീസസോ ആപ്ലിക്കേഷൻസോ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഒരു IAM റോളിൻ്റെ അകത്ത് തന്നെ ഡിഫൈൻഡ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ IAM റോളിൻ്റെ അകത്തിരിക്കുന്ന ട്രസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്തത്? പെർമിഷൻ പോളിസിക്കകത്ത് ഈ IAM റോളിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരുന്നു ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, ട്രസ്റ്റ് പോളിസിക്കകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ IAM റോളിനെ ആർക്കൊക്കെ അസ്യൂം ചെയ്യാം എന്നുള്ളതാണ് അല്ലേ? ഒരു IAM റോള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ഇന്ന പെർമിഷൻസ് ഒക്കെ കൊടുത്തു, അത് ആർക്കും അസ്യൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അൺകൺട്രോൾഡ് ആയിട്ടായിരിക്കും. അതൊരു സെക്യൂരിറ്റി ബ്രീച്ച് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഇവൻ വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കണം. ഇങ്ങനെ ഒരു സാധനം പെർമിഷൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് ഇന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ടെമ്പററി എംപ്ലോയി എന്ന് പറയുന്ന സാധനം നമ്മളൊരു കമ്പനി പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു റിപ്പയർ വരാൻ പോകുന്ന ആൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകും. അപ്പം അതേപോലെ തന്നെയാണ് IAM റോള് ആർക്കൊക്കെ അസ്യൂം ചെയ്യാം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആ IAM റോളിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. അതിനെയാണ് നമ്മൾ ട്രസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പം IAM യൂസറിൻ്റെ കേസിൽ നോർമലി ഒരു കൈൻഡ് ഓഫ് പോളിസി, അതായത് പെർമിഷൻ പോളിസി മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിൽ IAM റോളിൻ്റെ കേസിൽ 2 പോളിസീസ് ഉണ്ടാവും. അതായത് പെർമിഷൻ പോളിസിയും ഉണ്ടാവും, അതേ കൂടെ തന്നെ ട്രസ്റ്റ് പോളിസിയും ഉണ്ടാവും. നമുക്കിത് ഹാൻഡ്സ് ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ പറഞ്ഞിരിക്കുന്ന പോളിസീസ് എല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, IAM യൂസറിൻ്റെ അകത്ത് പാസ്വേഡ് ആക്സസ് കീ എന്ന് പറയുന്ന ലോങ് ടേം ക്രെഡൻഷ്യലാണ് ഉണ്ടാവുക. അതിനൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. പക്ഷേ IAM റോൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒരു പേഴ്സൺ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AWSൻ്റെ അകത്ത് ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ AWS അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ STS എന്ന് പറഞ്ഞിട്ട് AWSൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, STS എന്നാണ്. അപ്പം ആ STS എന്ന് പറയുന്ന സർവീസ് ഇവന് ഒരു ടെമ്പററി ക്രെഡൻഷ്യൽ കൊടുക്കും. ആ ടെമ്പററി ക്രെഡൻഷ്യലിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനൊരു എക്സ്പയറി ടൈമും കൂടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പേഴ്സൺ ഈ റോള് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽ കിട്ടും. ആ ക്രെഡൻഷ്യൽ വെച്ചിട്ട് AWS അക്കൗണ്ടിൻ്റെ അകത്ത് പോയി കാര്യങ്ങൾ ചെയ്യാം.
ആ കാര്യങ്ങൾ ചെയ്യാനുള്ള പെർമിഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രെഡൻഷ്യലിൻ്റെ എക്സ്പയറി ടൈം വരെയേ പറ്റുള്ളൂ. അതായത് 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂറിനേക്ക് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽ വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ. ആ 1 മണിക്കൂറിനേക്ക് മാത്രമേ AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് അത് വളരെ കൺട്രോൾഡ് ആണ്. അവൻ ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽസ് ഷോർട്ട് ടേം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് IAM യൂസറിനെക്കാളും കൂടുതൽ IAM റോളായിരിക്കും നമ്മൾ AWSൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ചെയ്യുന്ന സമയത്ത് ഐ ലവ് IAM റോൾ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് വരും. കാരണം ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ലോങ് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് നിന്ന് മാറ്റി കുറച്ചും കൂടെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ടേം ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ തിങ്ങിലോട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് IAM റോൾ എന്ന് പറയുന്ന കാര്യം പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് IAM റോളുമായിട്ട് എന്തൊക്കെ അസോസിയേറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു IAM റോളിന് ഒരു നെയിം ഉണ്ടാവും. നമ്മൾ IAM യൂസറിന് നമ്മളൊരു നെയിം കൊടുത്തിരുന്നല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വന്ന സമയത്ത് റെനീഷ് IAM, മിനി IAM എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് IAM യൂസേഴ്സ് ഉണ്ടാക്കിയ സമയത്ത് ഒരു നെയിം നമ്മൾ കൊടുത്തിരുന്നു. അതായത് ഫ്രണ്ട്ലി നെയിം നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു നെയിം ഉണ്ടാവും. പിന്നെ ARN എന്ന് പറയുന്ന ആമസോൺ റിസോഴ്സ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുണീക്ക് നെയിം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ARN എന്ന് പറയുന്ന കാര്യമായിരിക്കും ഈ റോളിനെ നമുക്ക് പലപ്പോഴും കോഡിലായാലും അല്ലെങ്കിൽ CLI-ലായാലും ഒക്കെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന ARN എന്ന് പറയുന്ന കാര്യമായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളത് ഫെമിലർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 2 കാര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും കുറച്ച് പെർമിഷൻ പോളിസീസ് ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന റോളിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് പെർമിഷൻ പോളിസീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ S3 ബക്കറ്റിൽ റീഡ് ചെയ്യാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് പോളിസി ഉണ്ടാവും. ട്രസ്റ്റ് പോളിസി ഈ പറഞ്ഞിരിക്കുന്ന റോള് ആർക്കൊക്കെ അസ്യൂം ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. അതായത് ഫോർ എക്സാമ്പിൾ വേറൊരു IAM യൂസർ റെനീഷ് IAM എന്ന് പറയുന്ന ആൾക്ക് ഇത് അസ്യൂം ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ് പോളിസിയും IAM റോളിൻ്റെ അകത്ത് ഉണ്ടാവും. ഇനിയിപ്പം ആർക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന റോള് അസ്യൂം ചെയ്യാം എന്നുള്ളത് കൂടി AWS ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് വേറൊരു IAM യൂസർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന വേറൊരു IAM യൂസർക്ക് വേണമെന്നുണ്ടെങ്കിൽ IAM റോള് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഒരു IAM അവിടെ നമുക്ക് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു പർട്ടിക്കുലർ IAM യൂസർക്ക് ഒരു ഇടയ്ക്കൊക്കെ മാത്രം ഒരു പെർമിഷൻ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ IAM യൂസറിൻ്റെ പോളിസിക്കകത്ത് പെർമിഷൻ പോളിസിക്കകത്ത് ആ പർട്ടിക്കുലർ കാര്യം ഇൻവോൾവ് ചെയ്യിക്കേണ്ട കാര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ യൂസർക്ക് ഈ റോള് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ IAM റോള് വെച്ചിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ലീസ്റ്റ് പ്രിവിലേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ നമുക്ക് അടുത്തതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ AWSൻ്റെ അകത്തിരിക്കുന്ന ഇവിടെ ഒരു ടൈപ്പ് ഉണ്ട്. AWS സർവീസ് എന്നാണ്, IAM സർവീസ് അല്ല. AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു സർവീസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ IAM റോൾ അസ്യൂം ചെയ്യാൻ പറ്റും. അതായത് EC2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സർവീസസ് ഉണ്ട്. അപ്പോൾ IAMൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണിത്. അടുത്ത തൊട്ടിട്ട് നമ്മൾ സർവീസ് പഠിച്ചു തുടങ്ങും. അങ്ങനെ സർവീസ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ത്രൂ ഔട്ട് ദ AWS ഈ ട്യൂട്ടോറിയലിൻ്റെ അകത്ത് നമ്മൾ IAM റോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഓരോരോ യൂസ് കേസസ് എങ്ങനെയാണ് ആ പർട്ടിക്കുലർ കാര്യത്തിലേക്ക് IAM റോള് എന്ന് പറയുന്ന സാധനം ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എങ്ങനെയാണ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരോ സർവീസ് ചെയ്യുമ്പോഴും പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പം IAMൻ്റെ അകത്തിരിക്കുന്ന ഒരു ഹൈ ലെവൽ ഓവർവ്യൂ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോരോ യൂസ് കേസസ് പഠിച്ച് വരുന്ന സമയത്ത് IAM റോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇനി വേറെ ഒന്ന് കാര്യം എന്ന് പറയുന്നത് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസർ എന്ന് പറയുന്നത് നമ്മൾ ഒരു AWSൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ AWS അക്കൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ? പക്ഷെങ്കിൽ അങ്ങനെയല്ലാത്ത വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം അത് പുറത്ത്, അതായത് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗൂഗിൾ യൂസർ ഉണ്ടെന്ന് വിചാരിക്കാം, Gmail ID.
അപ്പോൾ നമുക്ക് ആ ജിമെയിൽ ഐഡി വച്ചിട്ട് നമുക്ക് AWS അക്കൗണ്ടിൻ്റെ അകത്ത് കയറി AWSൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പറ്റും. അങ്ങനെ പറ്റുന്നതിന് വേണ്ടിയിട്ട് AWS ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആമസോൺ അക്കൗണ്ട് തന്നെയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് AWSൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് AWSൻ്റെ അകത്ത് തന്നെ നമ്മൾ ആദ്യം ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ആയിട്ടൊക്കെ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെക്കണം. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബേസിക്കലി AWSൻ്റെ അകത്ത് തന്നെ AWS കോഗ്നിറ്റോ, ആമസോൺ കോഗ്നിറ്റോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർവീസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മളൊരു വെബ് ആപ്ലിക്കേഷനൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു യൂസർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ വേണ്ടി വരും അല്ലേ, മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ എഴുതുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള യൂസേഴ്സിനെയൊക്കെ നമുക്ക് IAM യൂസറായിട്ടൊന്നും എടുത്തു വെക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള യൂസേഴ്സിന് നമ്മൾ ഇതേപോലെയുള്ള കോഗ്നിറ്റോ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതിന് കുറച്ച് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. സാമൽ അല്ലെങ്കിൽ ഓപ്പൺ ID കണക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോളെല്ലാം ഫോളോ ചെയ്യുന്ന ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇതാക്കാൻ പറ്റും. ഞാൻ കൂടുതൽ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. എനിവേ ഇത് പുറത്തുനിന്ന് ഇരിക്കുന്ന ഒരു യൂസറാണ്. അങ്ങനെയുള്ള യൂസേഴ്സിനും AWSൻ്റെ അകത്ത് ഒതൻറ്റിക്കേറ്റ് ആയി വന്നിട്ട് AWSൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് IAM റോൾ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. IAM റോൾ വെച്ചിട്ട് ഈ പർട്ടിക്കുലർ ഐഡൻറ്റിറ്റിക്ക് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടിരിക്കുന്ന ഒരു ക്രെഡൻഷ്യൽ എല്ലാം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം AWSൻ്റെ IAM റോൾ എന്ന് ഐഡൻറ്റിറ്റി ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെബ് ആപ്ലിക്കേഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്ഥലത്തും IAM റോൾ എന്ന് പറയുന്ന സാധനം പിക്ചറിലേക്ക് വരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് IAM റോളിൻ്റെ അകത്ത് മെയിനായിട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പം IAM റോളിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ആ പ്രോബ്ലം ഒന്ന് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പം ഓൾറെഡി നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് 3 യൂസേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് പോളിസിയൊക്കെ പഠിച്ച സമയത്ത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലും ഈ 3 യൂസേഴ്സ്, അറ്റ്ലീസ്റ്റ് ഈ 3 യൂസേഴ്സ് എങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കാതെ നമുക്ക് ഒരു കാര്യവും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ 3 യൂസേഴ്സ് എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനി എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ടായിരുന്നു. നമ്മളത് ടെസ്റ്റർ ആയിരുന്നു മിനി അല്ലേ. നമ്മൾ പഠിച്ച സമയത്ത് ടെസ്റ്റർ ആയിരുന്നു. ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പോളിസി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിനിക്ക് S3 എന്ന് പറയുന്ന ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്തിരിക്കുന്ന ഫയൽ സിസ്റ്റം പോലെ ഇരിക്കുന്ന AWS സർവീസിൻ്റെ അകത്ത് നിന്ന് ഒരു ബക്കറ്റ് അസൈൻ ചെയ്യാനുള്ള പെർമിഷൻ മിനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു യൂസ് കേസ് വന്നിരിക്കുകയാണ്. മിനിക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് ഓഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം മിനിക്ക് ചില സമയങ്ങളിൽ വളരെ അപൂർവം, മേ ബി മാസത്തിൽ 1 2 തവണ അല്ലെങ്കിൽ നീഡ് വരുന്ന സമയത്തൊക്കെ ഓഡിറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. ആ ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത് ഓഡിറ്റിംഗ് ബക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്താണ്. അപ്പോൾ നോർമലി മിനിയുടെ പ്രൈമറി ജോബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് മാത്രം വേണ്ടി വരുന്ന സാധനമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് പ്രിവിലേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിയുടെ പോളിസിക്കകത്ത് ഈ ഓഡിറ്റ് ബക്കറ്റിൻ്റെ പെർമിഷൻ കൊടുക്കാതിരിക്കാം. മിനി വളരെ കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ മിനിമം സാധനം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാം. അതല്ലാതെ ഫ്രീക്വൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു IAM റോൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ IAM റോളിൻ്റെ അകത്ത് ഇതെങ്ങനെ ലിസ്റ്റ് പ്രിവിലേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നോർമലി വേണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റ് ബക്കറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഈ പോളിസിക്കകത്ത് മിനിയുടെ പെർമിഷൻ പോളിസിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ എന്താണ് പ്രശ്നം, അവിടെ ലിസ്റ്റ് പ്രിവിലേജ് വയലേറ്റ് ആയിട്ടുണ്ട്. ലിസ്റ്റ് പ്രിവിലേജ് വയലേറ്റ് ആയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇൻ കേസ് മിനിയുടെ ക്രെഡൻഷ്യൽ, അതായത് IAM യൂസറിൻ്റെ ക്രെഡൻഷ്യൽ ലീക്കായി, കോംപ്രമൈസ് ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കോംപ്രമൈസ് ആയി വരുന്ന ആൾക്ക് ടെസ്റ്റിംഗ് ബക്കറ്റും ഓഡിറ്റിംഗ് ബക്കറ്റും ഈ 2 ബക്കറ്റ് അല്ലെങ്കിൽ മിനിക്ക് നമ്മൾ എന്തൊക്കെയാണോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം എടുക്കാനുള്ള പെർമിഷൻ കിട്ടുകയാണ് അല്ലേ. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും കേസിൽ ഇങ്ങനെയുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് വന്ന് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ കാര്യങ്ങളെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള പെർമിഷൻസിനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മിനിയുടെ പോളിസിക്കകത്ത് ടെസ്റ്റിംഗ് ബക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ബ്രീച്ച് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഓഡിറ്റിംഗ് ബക്കറ്റ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഒരിക്കലും നമുക്ക് പുറത്തു പോകുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇതൊക്കെയാണ്
ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണം അല്ലേ? നിങ്ങൾക്കത് ആ പോയിന്റ് കിട്ടുന്നുണ്ട് വിചാരിക്കുന്നു. ആ പോയിന്റ് കിട്ടണേ. ആ പോയിന്റ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ IAM റോൾ എന്തിനാണ് എന്നുള്ളത് നമുക്ക് എത്തുന്നത് ആ പോയിന്റിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കുറച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു IAM റോൾ ഉണ്ടാക്കാം, പെർമിഷൻ പോളിസി കൊടുക്കാം. ആ പെർമിഷൻ പോളിസിക്കകത്ത് ഓഡിറ്റിംഗ് ബക്കറ്റ്, മിനിക്ക് ടെസ്റ്റിംഗ് ബക്കറ്റ് മാത്രം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ? ഈ പറഞ്ഞിരിക്കുന്ന IAM റോളിൻ്റെ അകത്ത് മിനിക്ക് അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ് പോളിസി കൊടുത്തു. അങ്ങനെ ട്രസ്റ്റ് പോളിസി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മിനിക്ക് ഓഡിറ്റിംഗ് വേണ്ട സമയത്ത് മാത്രം ഈ പറഞ്ഞിരിക്കുന്ന റോളിലോട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അസ്യൂം ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പയറേഷൻ ടൈം കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് മിനിയുടെ പെർമിഷൻ പോവും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മിനിക്ക് മിനിമലായിട്ട് നമ്മൾ വളരെ അത്യാവശ്യം വേണ്ടിയിരുന്ന മിനിമലായിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. ഇങ്ങനെ നമ്മൾ പ്രത്യേകം റോളുകൾ ഉണ്ടാക്കി അത് അസ്യൂം ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായപ്പോൾ കാര്യങ്ങൾ പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയും നമുക്ക് ഇമ്പാക്റ്റ്, അതായത് ബ്രീച്ചസ് ഒക്കെ കാരണമോ, അല്ലെങ്കിൽ ബ്രീച്ചസ് തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആക്സിഡൻ്റലായിട്ട് മിനി ഓഡിറ്റിംഗ് ബക്കറ്റ് മാറ്റി പോകുന്ന സിറ്റുവേഷനും വരാം അല്ലേ? ഇങ്ങനെ അസ്യൂം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻഷനലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻഷനൽ തന്നെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനം അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഓൾവേസ് ഈ പറഞ്ഞിരിക്കുന്ന മിനിക്ക് ഈ പെർമിഷൻ ഉണ്ടെങ്കിൽ ആക്സിഡൻ്റലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റിംഗ് ബക്കറ്റ് ചേഞ്ച് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ മാറ്റുന്നത് വഴി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. ആ പോയിന്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമൊന്നും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ റനീഷ് IAM എന്ന് പറയുന്ന IAM യൂസർ ആയിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. IAM റോള് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം IAM റോള് എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള പെർമിഷൻ ഈ പറഞ്ഞിരിക്കുന്ന ലോഗിൻ ചെയ്ത ആൾക്ക് വേണം. ആ പെർമിഷൻ ഉണ്ട്. കാരണം എന്താണ്? നമ്മൾ റനീഷ് IAMന് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഇരിക്കുന്ന ഒരു പോളിസിയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ S3 ബക്കറ്റിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. അപ്പോൾ S3 എന്ന് അടിച്ചു. S3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വളരെ ഹൈ ലെവലിൽ നിന്ന് നോക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 3 ബക്കറ്റുകളുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ടെസ്റ്റിംഗ്, ഓഡിറ്റിംഗ്. ഓൾറെഡി മിനിക്ക് ടെസ്റ്റിങ്ങിൻ്റെ അകത്തേക്ക് പെർമിഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പെർമിഷൻ ഇല്ല. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മിനിയുടെ അക്കൗണ്ട് ഒന്ന് നോക്കാം. ഇത് മിനിയുടെ അക്കൗണ്ടാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഗൂഗിളിൻ്റെ ഗൂഗിൾ ക്രോം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വിൻഡോസിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇൻകോഗ്നിറ്റോ വിൻഡോ എടുത്തിട്ട് ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് ഒരേ സമയത്ത് 2 യൂസേഴ്സിനെ ലോഗിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ AWS സമ്മതിക്കില്ല. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മിനിയുടെ അക്കൗണ്ട് കയറുന്നു, S3 എടുക്കുന്നു, S3ക്ക് വരുന്നു. പ്രൊജക്റ്റ് BNP എന്ന് പറയുന്ന സാധനത്തിൽ ഓൾറെഡി മിനിക്ക് പെർമിഷൻ ഇല്ല. ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ മിനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം വന്നു. പക്ഷേ മിനിക്ക് ഇടയ്ക്കൊക്കെ ആക്സസ് ചെയ്യണം. ആ രീതിയിലോട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റപ്പിനെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പം സെറ്റപ്പിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കണം ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിൻ ആയിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങളുടെ AWS അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളായിരിക്കും നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അയാളായിരിക്കും ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നോർമലി നമ്മളുടെ കേസിൽ റനീഷ് IAM എന്ന് പറയുന്ന യൂസറാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം മിനിക്ക് ടെമ്പററി ആയിട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് ഇവിടെ വരുന്നു. നമുക്കൊരു റോൾ ക്രിയേറ്റ് ചെയ്യാം. ഈ 2 റോളുകൾ ബേസിക്കലി AWS തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്തും കാണും സർവീസ് ലിങ്ക്ഡ് റോൾ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ജസ്റ്റ് ഓക്കെ. ഇനി ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് റോൾ എന്ന് പറയുന്ന സാധനം. ഇതടിക്കുക. അതടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പല ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ട്രസ്റ്റ് പോളിസി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലേ? ആർക്കൊക്കെ ട്രസ്റ്റ് ചെയ്യാം, ആർക്കൊക്കെ ഈ റോൾ അസ്യൂം ചെയ്യാം എന്ന് പറയുന്ന കാര്യം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു AWS സർവീസിന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ
വേറൊരു അക്കൗണ്ടിൻ്റെ അകത്തേക്കും നിങ്ങൾക്ക് പോസിബിൾ ആണ്. ക്രോസ് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ആക്സസ് വേണം എന്നുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനും, അതായത് ക്രോസ് അക്കൗണ്ട് ആക്സസിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് റോൾ എന്ന് പറയുന്ന സാധനം അത് ടെമ്പററി ആയിട്ട് പെർമിഷൻ കൊടുക്കുന്ന പരിപാടി, അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഇനീഷ്യലി ഹൈ ലെവലിൽ നിന്ന് നമുക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ആ പർട്ടിക്കുലർ സർവീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് EC2 ലാംഡ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെ റോൾ ഇതാക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, AWS അക്കൗണ്ട് നമുക്ക് ക്രോസ് അക്കൗണ്ട് പഠിക്കാം. വെബ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫെഡറേറ്റഡ് ഐഡന്റിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ SAML ഫെഡറേഷൻ എന്ന് പറയുന്നത്, അതായത് ആക്റ്റീവ് ഡയറക്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ പഠിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് വേറൊരു യൂസർക്കാണ് കൊടുക്കേണ്ടത്, വേറൊരു IAM യൂസർക്ക്. IAM യൂസർ ആരായിരുന്നു? മിനി IAM എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് മിനി IAMന് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് പോളിസിയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ട്രസ്റ്റ് പോളിസി എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പോളിസിയുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആണ്, ഈ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുമായിട്ട് ഫെമിലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഫെമിലിയർ ആയിരിക്കണേ. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറൻസ് ഉള്ളത്, എഫക്റ്റ് അലോ എന്ന് പറയുന്നതും ഈ പറഞ്ഞിരിക്കുന്ന STS അസ്യൂം റോൾ എന്ന് പറയുന്ന ആക്ഷനും ഓൾമോസ്റ്റ് ട്രസ്റ്റ് പോളിസിക്ക് സെയിം ആയിരിക്കും. എല്ലാ ട്രസ്റ്റ് പോളിസിക്കും സെയിം ആയിരിക്കും. ഒരു ഡിഫറൻസ് വരുന്നത്, ഇത് ആർക്കൊക്കെ അസ്യൂം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സെക്ഷൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിഫറൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റോള് അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഈ റോള് ആർക്കൊക്കെ അസ്യൂം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇത് ഓരോന്നും ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ട്രസ്റ്റ് പോളിസി ഡിഫറെൻറ്റ് രീതികളിലായിരിക്കും വരുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വേറൊരു IAM യൂസർക്കാണ്. ഇത് ഓരോന്നും കൺഫ്യൂഷൻ ആവേണ്ടേ, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് വേറൊരു IAM യൂസറിന് വേണ്ടത്. അങ്ങനെ IAM യൂസറിന് വേണ്ട സമയത്ത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിയുടെ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ പോയിട്ട് നമുക്ക് IAMൻ്റെ അകത്ത് പോയിട്ട് മിനിയുടെ ARN വേണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അവിടെ പ്രിൻസിപ്പിളായിട്ട് കൊടുക്കേണ്ടത് മിനിയെയാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ മിനിയെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? മിനിയുടെ ഈ ARN വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് യുണീക്കായിട്ട് ഒരു പർട്ടിക്കുലർ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സാധനം. അപ്പം നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് മിനിയെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് മിനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ARN ആണ് നമുക്ക് വേണ്ടത്. അതൊന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. JSON എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു കുഞ്ഞു വീഡിയോ അതിന് വേണ്ടി ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ കീ ആയിട്ട് AWS എന്ന് പറയുന്നു. അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ARN ആണ്. ഇവിടെ ഏത് യൂസറിനാണ് നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് യൂസർക്കാണ് ഈ പർട്ടിക്കുലർ റോള് അസ്യൂം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്, അത് മിനി എന്ന് പറയുന്ന യൂസർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിനിയുടെ ARN ഇവിടെ കൊടുത്തു. ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ള കസ്റ്റം ട്രസ്റ്റ് പോളിസി ചൂസ് ചെയ്തു. അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൾ മിനി ആയിട്ട് നമ്മൾ കൊടുത്തു. ഇത് ചെയ്യുന്നതാണ് മിനിക്ക് പെർമിഷൻ ഈ റോള് അസ്യൂം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ പോളിസി വേണം എന്നുള്ള കാര്യം. കസ്റ്റമർ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഓഡിറ്റിംഗ് ബക്കറ്റ് ആക്സസ് ചെയ്യാൻ, അതായത് ആ S3ക്ക് അകത്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ബക്കറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോളിസിയുടെ ഇതിൻ്റെ അകത്ത് ഈ പോളിസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നു. ടെസ്റ്റ് പോളിസി ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇവനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു ഡിഫറൻസ്, ടെസ്റ്റ് പോളിസിക്കകത്ത് S3ക്ക് അകത്തിരിക്കുന്ന വേറൊരു ഫോൾഡർ ആയിരുന്നു, ഓഡിറ്റിംഗ് പോളിസിക്കകത്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഫോൾഡർ അല്ലെങ്കിൽ ബക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റോളിന് ലിങ്ക് വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ റോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോളിന് ട്രസ്റ്റ് പോളിസി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് പെർമിഷൻ പോളിസിയാണ്. 2 പോളിസി റോളുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും, ട്രസ്റ്റ് പോളിസിയും പെർമിഷൻ പോളിസിയും. ട്രസ്റ്റ് പോളിസിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കൊടുത്തത്. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പെർമിഷൻ പോളിസിയാണ്. നിങ്ങൾ ആ പർട്ടിക്കുലർ ട്രാക്കിലാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുന്നു. ഈ പോളിസിയാണ് നമ്മൾ ഈ റോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പോളിസി എല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിവിടെ ഒരു റോളിന് ഈ പറഞ്ഞിരിക്കുന്ന റോളിന് നമുക്കൊരു നെയിം കൊടുക്കണം. നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, മിനി ഓഡിറ്റിംഗ്
റോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് റോൾ ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ റോള് ക്രിയേറ്റ് ചെയ്തത് റെനീഷ് IAM എന്ന് പറയുന്ന യൂസറാണ്. ഇനി നമുക്ക് ഈ റോളിനെ എങ്ങനെ മിനിക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ കൺസോളിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം എന്ന് നോക്കാം. ഇങ്ങനെ ഒരു റോളിനെ അസ്യൂം ചെയ്യുന്നത് കൺസോളിൻ്റെ അകത്തും CLI AWS CLI നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ. AWS CLIക്കകത്തും, അല്ലെങ്കിൽ നമ്മളിനി പഠിക്കാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആക്സസ് എന്ന് പറയുന്ന കാര്യം. പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് AWS അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ആക്ഷൻസ് ചെയ്യാം. അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചെടുത്ത കൺസോളിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റോള് അസ്യൂം ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ മിനി എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് പോവാണ്. മിനി എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് പോയി ഇവിടെ മിനിയുടെ അതിൻ്റെ അകത്ത് സ്വിച്ച് റോൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതടിക്കുന്നു. ഇതടിക്കുകയാണ് നമ്മൾ ആ റോളിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലോട്ട് ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അസ്യൂം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് നമ്മളുടെ അക്കൗണ്ട് ID ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലിയാസ് എന്ന് പറയുന്ന സാധനം കൊടുത്താലും മതി, അക്കൗണ്ട് അലിയാസ്. ഇവിടെ ഞാനൊരു അക്കൗണ്ട് അലിയാസ്, എൻ്റെ അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് അലിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ കൊടുത്തത്. പക്ഷേ നിങ്ങൾക്ക് അക്കൗണ്ട് അലിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ 12 ഡിജിറ്റ് അക്കൗണ്ട് ID ഉണ്ടല്ലോ അല്ലേ, നമ്മൾ മുകളിൽ കാണുന്ന അക്കൗണ്ട് ID അതൊന്ന് എടുത്ത് കൊടുത്തിരുന്നാലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട റോൾ എന്താണ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതുള്ളത്. ദ നെയിം ഓഫ് ദാറ്റ് യു വോണ്ട് ടു അസ്യൂം വിച്ച് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ARN. ബേസിക്കലി ഈ സാധനം ഒന്ന് വായിച്ച് നോക്കണേ. ഇങ്ങനെയുള്ള നോട്ടുകൾ വായിച്ച് അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരോ പോയിൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാരണം അതും ഒരു ലേണിംഗ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ വായിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ലേണിംഗ് ആണ്. അപ്പം നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഇവിടെ എന്താണോ ഞാൻ കൊടുക്കുന്നത് അത് കൊടുക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനം എങ്ങനെയാണോ എടുക്കാൻ പറഞ്ഞത് അതുപോലെ ഒന്ന് പോയിട്ട് എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ അസ്യൂം ചെയ്യാൻ പോകുന്ന റോള്, നമ്മളിപ്പോൾ ഓഡിറ്റിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നത്, ഓഡിറ്റിംഗ് റോളാണ് ഞാനിവിടെ അസ്യൂം എനിക്ക് ഓഡിറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ആ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓഡിറ്റിംഗ് എന്ന് പറയുന്ന റോളുണ്ട്. ആ റോളിലേക്കാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ആ റോളിൻ്റെ പേരാണ്. നമ്മളുടെ റോളിൻ്റെ പേരെന്താണ്, നമുക്കൊന്നുകൂടെ എടുത്തു നോക്കാം. ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളുടെ ARNൻ്റെ അകത്ത് അവസാനം ഇരിക്കുന്ന നെയിം, ഇതാണ് ARM, നമുക്ക് അസ്യൂം ചെയ്യേണ്ട റോള്, അതിൻ്റെ ARM, അതിൻ്റെ അകത്ത് അവസാനം ഇരിക്കുന്ന നെയിം, ഇത് അല്ലേ, ഇതാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാനൊന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനി ഡിസ്പ്ലേ ചെയ്യുന്ന സാധനമാണ്. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഡിസ്പ്ലേ ആവുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കളർ കൊടുക്കാം. കളർ കൊടുക്കുന്നത് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാം. സ്വിച്ച് റോൾ ചെയ്യുന്നു. ഇപ്പം നമ്മൾ മിനി എന്ന് പറയുന്ന IAM യൂസറിൻ്റെ അകത്ത് നിന്ന് വിട്ടിട്ട് നമ്മൾ ഓഡിറ്റിംഗ് റോൾ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ റോളിലോട്ട് നമ്മൾ സ്വിച്ച് ആയി കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ആദ്യം എന്തായിരുന്നു വരിക, മിനി IAM എന്നാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ വരുന്നത് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന നെയിമാണ് അല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മിനി IAM എന്ന് പറയുന്ന IAM യൂസറിലല്ല ഇരിക്കുന്നത്, സൈൻ ഇൻ ആസ് IAM യൂസറാണ്. പക്ഷെങ്കിൽ റോള് അല്ലെങ്കിൽ അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് ഇപ്പോൾ മിനി അസ്യൂം ചെയ്തിരിക്കുന്ന ഓഡിറ്റിംഗ് റോള് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്താണ്. ഇനി നമുക്കിവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്സസ് ചെയ്യാനാണ് നമ്മൾ ആ റോളിൻ്റെ അകത്ത് പെർമിഷൻ കൊടുത്തത്. ഇത് നേരത്തെ നമ്മൾ മിനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, നമ്മൾ നേരത്തെ കണ്ടിരുന്നു റെസ്ട്രിക്റ്റ് ആയത് അല്ലേ. ഇനി നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഈ മൊമെൻറ്റിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ അകത്തൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഫയൽ ഇങ്ങനെ വന്നത്. പക്ഷേ എനിവേ ആ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മിനിക്ക് ഇപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. എങ്ങനെ കിട്ടി? മിനി ഈ പറഞ്ഞിരിക്കുന്ന റോള് കുറച്ച് നേരത്തേക്ക് അസ്യൂം ചെയ്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതേപോലെയുള്ള റോളുകൾ വെച്ചിട്ട് നമുക്ക് അസ്യൂം ചെയ്തിട്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജസ് എല്ലാം നമുക്ക് ആ കുറച്ച് നേരത്തേക്ക് കിട്ടാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. എനിക്ക് നേരത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ആക്സസിബിൾ ആയിരുന്നു, ഇനി ആക്സസ് ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാമോ? ബേസിക്കലി ഈ സാധനം ഇനി ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് റോള് എന്ന് പറയുന്ന നമ്മളുടെ പോളിസിക്കകത്ത് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് റോളിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പോളിസിക്കകത്ത് ഓഡിറ്റിങ്ങിൻ്റെ ബക്കറ്റ് അല്ലെങ്കിൽ LWR ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ബക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ആക്സസ് ചെയ്യാൻ മിനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓഡിറ്റിംഗ് റോളിൻ്റെ അകത്ത് അതിനുള്ള പെർമിഷൻ ഇല്ല. നമ്മളിവിടെ കംപ്ലീറ്റ്ലി മിനി എന്ന് പറയുന്ന യൂസറിൻ്റെ അകത്ത് നിന്ന് വിട്ടിട്ട് നമ്മൾ ഓഡിറ്റിംഗ് റോള് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റിയിലോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ സ്വിച്ച് ആയി കഴിഞ്ഞു. ഓക്കെ, സ്വിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമുക്കിനി ചെയ്യാൻ പറ്റില്ല. ഓഡിറ്റിങ്ങിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. മിനി ഇപ്പം ഒരു ഓഡിറ്റർ എന്ന് പറയുന്ന ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആ തിയറിറ്റിക്കലി അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് വൈസ് വെച്ച് നോക്കുന്ന സമയത്തും അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെങ്ങനെ കൺസോളിൻ്റെ അകത്ത് നിന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് വേറൊരു റോളിലോട്ട് സ്വിച്ച് ആവുന്നു എന്നുള്ള കാര്യം. ഇനി നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. സ്വിച്ച് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം അമർത്താം. ഒന്നും കൂടെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന യൂസറിലോട്ട് തിരിച്ചു വന്നു. ഇനി നിങ്ങൾക്ക് S3-ക്കകത്ത് നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, മിനിക്ക് ആക്സസ് ചെയ്തിരിക്കാൻ പറ്റിയിരിക്കുന്ന ഈ സാധനം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നേരത്തെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ തിരിച്ച് മിനിയിലോട്ട് തന്നെ തിരിച്ചു വന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്നും വീണ്ടും ഒന്ന് ചെയ്ത് നോക്കണേ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാൻ നോക്കണേ. ഓക്കെ. അപ്പം ആ ഹാൻഡ്സ് ഓൺ ഒന്ന് വളരെ കാര്യമായിട്ടൊന്ന് നോക്കണേ. കാരണം റോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഹൈ ലെവൽ നമുക്ക് ഒരു ബേസിക്കലി ഒരു കാര്യം ഇരിക്കുന്നത്, ഈ IAM റോള് IAM യൂസർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്കൊരു ഓർഗനൈസേഷനിൽ കാണാൻ പറ്റുന്ന കാര്യമൊന്നും ആവണമെന്നില്ല. ഇതിൻ്റെ IAM റോളിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് കേസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റിക്ക് ആയിരിക്കും. നമ്മൾ IAM യൂസർ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്തത് IAM റോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒരു ബിഗിനർ ലെവലിലൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് IAM റോൾ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ഉള്ള സാധനമാണ്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ സർവീസിൻ്റെ അകത്ത് നിന്നും ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റിക്ക് അകത്ത് നിന്നും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് IAM യൂസറിൻ്റെ അകത്ത് നിന്ന് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഹാൻഡ്സ് ഓൺ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന റോളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. അതെന്ന് പറയുന്നത് സർവീസിൻ്റെ അകത്താണ്. EC2 എന്ന് പറയുന്ന സർവീസ് നമ്മൾ പഠിച്ചെടുക്കും. ഇപ്പം ജസ്റ്റ് EC2 എന്ന് പറയുന്നത് ഒരു വിർച്വൽ കമ്പ്യൂട്ടർ ആണ് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം നമുക്ക് റോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ട്. EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു വിർച്വൽ കമ്പ്യൂട്ടർ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ വെബ് ആപ്ലിക്കേഷന് S3-ക്കകത്ത് തന്നെ AWSൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന S3-ക്കകത്തിരിക്കുന്ന ഒരു ബക്കറ്റിനെ ആക്സസ് ചെയ്യണമായിരുന്നു. AWSൻ്റെ അകത്തിരിക്കുന്ന ഏതൊരു സാധനത്തിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ക്രെഡൻഷ്യൽ വേണം അല്ലേ? അത് നിർബന്ധമാണ്. ക്രെഡൻഷ്യൽ വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു AWSൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ആക്സസ് കീ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു വഴിയെ. നമ്മൾ CLI പഠിച്ചിരുന്നല്ലോ അല്ലേ? CLIക്കകത്ത് നമ്മൾ ആക്സസ് കീ എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്രെഡൻഷ്യൽ വേണ്ടപ്പോഴും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് കീ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു IAM യൂസർ ക്രിയേറ്റ് ചെയ്ത് ആ IAM യൂസർക്ക് ഒരു ആക്സസ് കീ ഉണ്ടാക്കി ആ ആക്സസ് കീ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹാർഡ് കോഡ് ചെയ്ത് വെക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? ഇതൊരു സെക്യൂരിറ്റി ബ്രീച്ച് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പ്രോബ്ലമാണ് അല്ലേ? ഈ ആക്സസ് കീ എന്ന് പറയുന്നത് ആക്സസ് കീ ആൻഡ് സീക്രട്ട് എന്ന് പറയുന്നത് സീക്രട്ടാണ് ബേസിക്കലി. പേര് പറയും പോലെ തന്നെ നമ്മളുടെ പാസ്വേഡ് പോലെ തന്നെ സീക്രട്ട് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സീക്രട്ട് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹാർഡ് കോഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും നല്ലൊരു സെക്യൂരിറ്റി പ്രാക്ടീസ് അല്ല. കാരണം അത് ഹാർഡ് കോഡ് ചെയ്യുന്നത് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീയുടെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 90 ദിവസം കൂടുമ്പോൾ നിങ്ങളത് റീപ്ലേസ് ചെയ്യണം, മാറ്റി പുതിയ ആക്സസ് കീ ഉണ്ടാക്കണം എന്നൊക്കെയാണ് AWS ഉണ്ടാക്കുന്നത്. അത് സെക്യൂരിറ്റി ലോങ് ടൈം ക്രെഡൻഷ്യലിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചെങ്കിലും ഒന്ന് കുറച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സസ് കീ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ ഹാർഡ് കോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും.
ഇതൊരു സെക്യൂരിറ്റി പ്രോബ്ലമാണ്. അപ്പം ഈ സെക്യൂരിറ്റി പ്രോബ്ലത്തിനെ നമുക്ക് IAM റോള് വെച്ചിട്ട് നമ്മളെങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ സെക്യൂരിറ്റി ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്തിട്ട് ആ സെക്യൂരിറ്റി പ്രോബ്ലംസിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് IAM റോളിൻ്റെ ഓരോരോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ IAM റോളിൻ്റെ ഓരോരോ യൂസ് കേസാണ്. ഇതും ഒരു യൂസ് കേസാണ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു IAM റോള് ക്രിയേറ്റ് ചെയ്തിട്ട് ആ IAM റോളിൻ്റെ അകത്ത് S3 ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന പെർമിഷൻ കൊടുക്കുന്നു. എന്നിട്ട് ആ IAM റോള് ഈ ആപ്ലിക്കേഷനോട് അസ്യൂം ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അതായത് ഈ IAM റോളിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിനെ നമ്മൾ ട്രസ്റ്റ് പോളിസി ആയിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു. ട്രസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എപ്പോഴൊക്കെ ക്രെഡൻഷ്യൽ വേണോ അപ്പോൾ STSൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ടെമ്പററി ക്രെഡൻഷ്യൽ ഡൈനാമിക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ആക്സസ് കീ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് വെക്കുന്നതിന് പകരം ഇവൻ എപ്പോഴെങ്കിലും ഈ STSൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ടെമ്പററി ക്രെഡൻഷ്യൽ കിട്ടും. ആ ടെമ്പററി ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് ഈ IAM റോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും. അതായത് ആ ക്രെഡൻഷ്യൽ വെച്ചിട്ട് ഈ IAM റോളിൻ്റെ അകത്ത് എന്തൊക്കെ പെർമിഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റോളിൻ്റെ അകത്ത് നമ്മൾ S3 ബക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കിട്ടുന്ന ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമുക്ക് ഈ S3 ബക്കറ്റിനെ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതും IAMൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് അല്ലെങ്കിൽ യൂസ് കേസാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ IAM റോൾ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യൂസ് കേസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇത് IAMൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ EC2 എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഫീല് കിട്ടുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ മാറും. IAM എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ അതിൽ നമുക്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ലല്ലോ അല്ലേ. ക്ലൗഡ് എന്ന് പറയുന്ന വിർച്വൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാംഡ എന്നൊക്കെ പറയുന്ന നമുക്കൊരു ക്ലൗഡിൻ്റെ ഫീല് കിട്ടില്ല. നമുക്ക് ക്ലൗഡിൻ്റെ ഫീല് കിട്ടാൻ പോകുന്നത് നമ്മൾ EC2 പഠിക്കുമ്പോഴായിരിക്കും. അപ്പം EC2 പഠിക്കുമ്പോൾ നമ്മളിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊക്കെ നമുക്ക് IAM റോൾ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ലോങ് ടേം ക്രെഡൻഷ്യൽ കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂസിനെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം. അതിനെപ്പറ്റി ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ അത് കൺഫ്യൂഷൻ ആവാനേ ഇതാക്കുള്ളൂ. പക്ഷേ ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് കേസ് കൂടിയുണ്ട്. നമ്മൾ AWSൻ്റെ അകത്ത് കോഗ്നിറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഒരു എക്സസൈസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാമോ? നമ്മളിപ്പോൾ നമ്മൾ മിനി IAMൻ്റെ യൂസറിൻ്റെ കേസിൽ ചെയ്തത്, നമ്മൾ വേറൊരു റോളിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് പോയി. ഇതേപോലെ തന്നെ നമ്മൾ AWS CLI പഠിച്ചിരുന്നല്ലോ അല്ലേ? അപ്പോൾ CLI വച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അസ്യൂം ചെയ്യാൻ നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാമോ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസോൾ വെച്ചിട്ട് ചെയ്യുന്ന കാര്യം പഠിച്ചിരുന്നു. അതേപോലെ തന്നെ AWS CLI നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഈ 2 കാര്യങ്ങൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ തന്നെ CLIക്കകത്ത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കാമോ? അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് അതേപടി നിങ്ങൾ ചെയ്തിട്ട് ലേണിംഗ് ഗ്രോ ആവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്ന്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ചിന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ലേണിംഗ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവത്തുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ CLI എന്ന് പറയുന്ന സാധനം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് വേണം ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ഗ്രോ ആവത്തില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. കമൻ്റ് ആയിട്ട് ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെ ഇതൊക്കെ വരും, അസ്യൂം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അസ്യൂം ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? നമ്മൾ IAMൻ്റെ അകത്തിരിക്കുന്ന യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതേപോലെ തന്നെ അതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതേ സെയിം പേജ് യൂസ് ചെയ്തിട്ട്, വെബ് പേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോൾ അസ്യൂം ചെയ്യാനുള്ള കമാൻഡും കണ്ടുപിടിക്കാൻ പറ്റും. അതങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന CLI വച്ചിട്ട് അസ്യൂം റോൾ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ ആ റോളിലോട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലിരിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വയം പഠിച്ചെടുക്കാനും പറ്റും.
ഓക്കെ. കുറച്ച് ലോങ് ചാപ്റ്ററാണ്. ഐഎഎം റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനീഷ്യലി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ കുറച്ച് ലോങ് ആക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന EC2 എന്ന് പറയുന്ന സാധനം ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. റോൾ എന്ന് പറയുന്ന സാധനം ഒരു ഇനീഷ്യൽ ഐഡി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ മൊത്തം ഐഡി കിട്ടിയിട്ടില്ലെങ്കിലും അത് ഓക്കെയാണ്. റോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ത്രൂ ഔട്ട് AWSൻ്റെ അകത്ത് സർവീസസ് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യും. അപ്പോൾ കുറേ നിങ്ങൾക്ക് അതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലത്തെ ഈ വീഡിയോ ഇവിടെ ഒന്ന് നിർത്താമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.